ഫൈനലി ഹീറോൻ്റെ ഫസ്റ്റ് 250cc ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം 250R ആണ്. ഹീറോ 2024 നവംബറിൽ ഷോക്കേസ് ചെയ്ത മോഡലാണ് എക്സ്ട്രീം. ഹീറോൻ്റെ ഒരു നെയ്ക്കഡ് സ്ട്രീറ്റ് ഫൈറ്റർ കാറ്റഗറി നിൽക്കുന്ന ഒരു മോഡലാണ്. അപ്പോൾ വണ്ടീൻ്റെ ഫുൾ സ്പെക്സ് അല്ലെങ്കിൽ വണ്ടീൻ്റെ പ്രൈസിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ഒരുമിച്ച് തന്നെ ഹീറോൻ്റെ എക്സ്പൾസ് 210 ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യാം. വണ്ടീൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഡിസൈൻ തന്നെയാണ്. ഹീറോ മുമ്പേ കേൾക്കുന്ന ഒരു ചീത്തപ്പേരാണ് ഹീറോൻ്റെ വണ്ടിക്കൊക്കെ ഡിസൈനിൽ ഭയങ്കര പരാജയമാണെന്ന്. മുമ്പത്തെ ഡിസൈൻ ശരിക്കും ശോകം തന്നെയാണ്. പല ബൈക്കും അവർ ഇറക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും പച്ച പിടിക്കാതെ പോയ മോഡലാണ്. എന്നാൽ ഹീറോൻ്റെ ഡിസൈൻ ടീമിലൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇപ്പോഴത്തെ ഡിസൈനൊക്കെ കാണാൻ നൈസാണ്, അടിപൊളി ലുക്കാണ്. എനിക്ക് തോന്നുന്നു ഹീറോ ഇപ്പോൾ കൊണ്ടുവന്നതിൽ വെച്ച് ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസൈനാണ് ഹീറോയുടെ എക്സ്ട്രീം 250R എന്ന് പറയുന്നത്. ഒരു നേക്കഡ് വേർഷനാണ്. ഒരു നേക്കഡ് വേർഷൻ്റെ ഒരു പീക്ക് ലെവൽ ലുക്കാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. ഒരു 250cc തന്നെ ഏറ്റവും നല്ല ഡിസൈനാണെന്ന് വണ്ടിക്ക് പറയാം. ഈ ഒരു ഡിസൈൻ തന്നെയാണ് വണ്ടീൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. ഡിസൈൻ വെച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ വണ്ടിക്ക് വെയിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈൻ ഹീറോൻ്റെ 2.5R എക്സ്റ്റൻഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കൺസെപ്റ്റ് മോഡലുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ ഒരു LED ലൈറ്റാണ്. ആ ഒരു ഹെഡ് സെക്ഷനൊക്കെ നൈസാണ് കാണാൻ. ഈ ഒരു ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് ഓട്ടോ ഇലിമിനേറ്റ് ഹെഡ്ലാമ്പാണ്. സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ആണ്. ഫ്രണ്ടിൽ നോക്കുവാണെങ്കിൽ 43mm ഗോൾഡൻ ടൈപ്പിലെ UHT4 കാണാം. ബാക്കിൽ സിസ്റ്റപ്പ് അഡ്ജസ്റ്റബിലിറ്റിയിലെ മോണോ ഷോക്ക് വരുന്നുണ്ട്. വണ്ടിയുടെ ടാങ്ക് ഡിസൈനൊക്കെ കുറച്ച് വലിപ്പത്തിലാണ്, ഒരു മസ്കുലർ ടൈപ്പിലാണ്. സീറ്റിംഗ് നോക്കുവാണെങ്കിൽ ഒരു സ്പ്ലിറ്റ് സീറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടി ഫുള്ളി നിർമ്മിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഫുള്ളി ഫ്രെയിമൊക്കെ വരുന്നത് ട്രെല്ലിസ് ഫ്രെയിമിലാണ്. ഇനി ബ്രേക്കിംഗ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ABS ഉണ്ട്. ഡുവൽ ചാനൽ ABS ആണ്. ABS ഓഫ് ആക്കാനും പറ്റും. ഇനി വണ്ടീൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു 250cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾഡ് TOC എഞ്ചിനാണ്. 30 bhp പവറും 25 Nm ടോർക്കാണ് വണ്ടിക്ക്. നല്ലൊരു പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഹീറോ ഇത്തവണ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ഉണ്ട്. അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും കൂടി ഉണ്ടാവും. ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും പവർഫുൾ എഞ്ചിൻ തന്നെയാണ് ഹീറോ കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്റ്റ് റൈവലായിട്ട് വരാൻ സാധ്യതയുള്ളത് KTMൻ്റെ ഡ്യൂക്ക് 250 ആണ്. ഇത്തവണ KTMനാണ് ഹീറോ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. എത്രത്തോളം ആ ഒരു സക്സസ്സിലേക്ക് എത്തും എന്നുള്ള കാര്യം കണ്ടറിയാം. കാരണം KTM എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ യങ്സ്റ്റേഴ്സിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബ്രാൻഡാണ്. ഓസ്ട്രിയൻ ബ്രാൻഡാണ്. ഒരു പവർഫുൾ മെഷീനാണ് അവരെല്ലാ മോഡലും. 200ഉം 250ഉം 390 ആ ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ 250cc നേക്കഡ് കാറ്റഗറിയിൽ ഈ രണ്ട് ബൈക്കും തമ്മിലായിരിക്കും ഇനി മത്സരം നടക്കാൻ പോകുന്നത്. അതിൽ KTMൻ്റെ അടുത്ത് ഹീറോ നിർത്താൻ പറ്റുമോ എന്നുള്ള കാര്യം കണ്ടറിയാം. കാരണം വണ്ടീൻ്റെ റിലയബിലിറ്റി അല്ലെങ്കിൽ എഞ്ചിൻ്റെ പെർഫോമൻസ് ഒക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയാൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും റൈഡ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വണ്ടീൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഹീറോ ഇപ്പം പുറത്തു വിട്ട ഒരു പേപ്പർ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു പവർഫുൾ 250cc മോട്ടോർ സൈക്കിളാണ്. ഇന്ത്യയിലെ തന്നെ ഹീറോ ഇപ്പം ക്ലെയിം ചെയ്ത കാര്യം 0 to 60 വേണ്ടുന്ന ടൈം വെറും 3.2 സെക്കൻഡാണ്. അതുപോലെ തന്നെ 0 to 100 വേണ്ടുന്ന സമയം ഒരു 8.5 സെക്കൻഡാണ്. നല്ലൊരു ഇനീഷ്യൽ ടോട്ടൽ റെസ്പോൺസും നല്ലൊരു ടോപ്പ് എൻഡ് വണ്ടിക്ക് ഉണ്ടാവും എന്നുള്ള കാര്യം ഷുവർ തന്നെയാണ്. പിന്നെ വണ്ടിക്ക് ഒരു ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളും കൊടുത്തിട്ടുണ്ട്. അതിൽ സിം ബേസ്ഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ആ ഒരു മീറ്ററിൽ ഡ്രാഗ് റേസിൻ്റെ ടൈമറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അത് സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ആണ്. വണ്ടി ഇപ്പോൾ ഒരു വേരിയൻറ്റിൽ മാത്രമേ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 3 കളേഴ്സ് ഉണ്ട്. ഇനി വണ്ടീൻ്റെ പ്രൈസിങ് നോക്കുവാണെങ്കിൽ 1,79,900 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ഇതൊരു ലിമിറ്റഡ് പ്രൈസ് ആണ്. കുറച്ച് നാളത്തേക്ക് മാത്രമായിരിക്കും ഈ ഒരു പ്രൈസിൽ അവർ കൊടുക്കാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു പ്രൈസിങ്ങിൽ ഒരു വാല്യൂ ഫോർ മണി ബൈക്ക് തന്നെയാണ് ഹീറോൻ്റെ എക്സ്ട്രീം 250R. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ അവരെല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. വണ്ടീൻ്റെ ഡിസൈൻ നൈസാണ്. പിന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു പവർഫുൾ എഞ്ചിനാണ് 250cc തന്നെ. പിന്നെ ഹീറോ ആയതുകൊണ്ട് സർവീസ് കോസ്റ്റ് ഒക്കെ കുറവായിരിക്കും. പാർട്സിൻ്റെ ഒരു പ്രൈസിങ്ങും കുറവായിരിക്കും. നിങ്ങൾക്ക് എന്താണ് ഹീറോൻ്റെ എക്സ്ട്രീം 250Rനെ പറ്റി തോന്നുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.